ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടുള്ള എമ്പുരാന്റെ കുറച്ച് വിശേഷങ്ങളാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് എമ്പുരാന്റെ സെൻസറിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. UA16+ എന്ന വിഭാഗത്തിലാണ് ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. ലൂസിഫർ 2 മണിക്കൂർ 52 മിനിറ്റ് ആയിരുന്നെങ്കിൽ എമ്പുരാൻ 2 മണിക്കൂർ 59 മിനിറ്റ് 59 സെക്കൻഡ് ആണ് ഈ ചിത്രം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറോളം. മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഹൈപ്പിലെത്തുന്ന ചിത്രമാണ് എമ്പുരാൻ. അതുപോലെ തന്നെ ബഡ്ജറ്റിൽ ഏകദേശം 150 കോടി രൂപയോളമാണ് എമ്പുരാന്റെ ബഡ്ജറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. എമ്പുരാനെ കുറിച്ച് എമ്പുരാനിലെ അഭിനേതാക്കളായിട്ടുള്ള നടന്മാർ തന്നെ അഭിപ്രായപ്പെട്ട് കഴിഞ്ഞു. എമ്പുരാന്റെ ഭാഗമായിട്ടുള്ള കന്നഡ നടൻ കിഷോർ പറയുന്നത് തമിഴ് മലയാളം ഫിലിം ഇൻഡസ്ട്രി മൊത്തമായി തന്നെ എമ്പുരാന്റെ പുറകിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എമ്പുരാൻ എന്ന് പറയുന്നത് ഒരു വലിയ ചിത്രമാണെന്ന് ഇന്ത്യൻ സിനിമയിലെ ചരിത്രമാകാൻ പോകുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടുള്ള എമ്പുരാനിൽ അവസരം കിട്ടിയത് അദ്ദേഹം ഒരു ഭാഗ്യമായി കാണുകയാണ് എന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അതുപോലെ നമ്മുടെ സായ് കുമാർ ഒരു പ്രധാന കഥാപാത്രത്തിൽ എത്തുന്ന ചിത്രമാണ് എമ്പുരാൻ. അപ്പോൾ അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ലൂസിഫറിനേക്കാൾ ഏറെ വ്യത്യാസമുള്ള ഒരു ചിത്രമാണ് എമ്പുരാൻ എന്ന്. അതുപോലെ ഹോളിവുഡ് ബോളിവുഡ് താരങ്ങളുടെ അസാമാന്യമായിട്ടുള്ള പ്രകടനങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ പോലും എമ്പുരാന്റെ മൊത്തം ടൈമിനേക്കാൾ ഏറെ എന്ന് വെച്ചാൽ 3 മണിക്കൂറിനേക്കാൾ ഏറെ അദ്ദേഹത്തിന് വേണ്ടി വരും എമ്പുരാനെ കുറിച്ച് പറഞ്ഞ് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അത്രയ്ക്ക് തിക്കായിട്ടുള്ള മൊമെന്റ്സ് ആണ് എമ്പുരാനിലുള്ളതെന്നും അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് എന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഒരു 1.5 പടമായിരിക്കും മക്കളെ എന്നാണ് സായ് കുമാർ ഏട്ടൻ അദ്ദേഹത്തിന്റെ തനതായ ഭാഷയിൽ പറഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ എമ്പുരാന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ടൊവിനോ തോമസ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ചിത്രമാണ്. ആ സിനിമയുടെ സീക്വൻസുകൾ അദ്ദേഹം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആകെ എക്സൈറ്റഡ് ആണ് എന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പല മേഖലകളിൽ നിന്നും റിലീസിന് മുമ്പേ തന്നെ എമ്പുരാനെ കുറിച്ചുള്ള പോസിറ്റീവ് അഭിപ്രായങ്ങൾ വരികയാണ്. അപ്പോ ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടുള്ള എമ്പുരാൻ മാർച്ച് 27 തിയേറ്ററുകളിൽ എത്തുകയാണ്. അതിന്റെ കൂടെ കിട്ടുന്ന ഏറ്റവും സന്തോഷകരമായ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കായുടെ ബസുക്ക എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ആകുന്നത് മാർച്ച് 26-നാണ്. ആ ട്രെയിലർ എമ്പുരാൻ ചിത്രത്തിന്റെ ഇടയ്ക്ക് പ്രദർശിപ്പിക്കും എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ബിഗ് സ്ക്രീനിൽ മമ്മൂക്കായെയും ലാലേട്ടനെയും ഒരേ സമയം കാണാൻ കഴിയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ എന്തായിരുന്നാലും കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.